സാംസ്കാരിക കേന്ദ്രങ്ങളെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംരക്ഷിക്കണമെന്ന് സാംസ്കാരിക സാഹിതി ഉദുമ നിയോജകമണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. ഉദുമയിൽ നടന്ന യോഗം സംസ്ഥാന ഉപാധ്യക്ഷൻ എം പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കീഴിലുള്ള സാംസ്കാരിക കേന്ദ്രങ്ങൾ സാംസ്കാരിക മികവിന് പകരം രാഷ്ട്രീയ പ്രവർത്തന മികവ് മാനദണ്ഡമാക്കി നിയമിക്കുന്നത് മൂലം മേഖല കുത്തഴിഞ്ഞു നിൽക്കുകയാണെന്ന് സംസ്കാര സാഹിതി ഉദുമ നിയോജകമണ്ഡലം കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. NCERT, UGC, ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഹിസ്റ്റോറിക് റിസർച്ച് എന്നീ സംവിധാനങ്ങളിൽ RSS സംഘപരിവാർ സംഘടനകളെ അവരോധിച്ച് വിദ്യാഭ്യാസ മേഖലകളിൽ വ്യാജ ചരിത്രങ്ങൾ നിർമ്മിക്കുന്നത് ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കുമെന്നും സംസ്കാര സാഹിതി സംസ്ഥാന ഉപാധ്യക്ഷൻ എം പ്രദീപ് കുമാർ ആരോപിച്ചു. സംസ്കാര സാഹിതി ഉദുമ നിയോജകമണ്ഡലം കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരന്തരമായ സാംസ്കാരിക യാത്രയിലൂടെ കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിലൂടെ നിരന്തരമായി പ്രയാണങ്ങൾ നടത്തിക്കൊണ്ട് കേരള സർക്കാരുകളുടെ വർഗീയ ഫാസിസ്റ്റ് നടപടികളും അക്രമ രാഷ്ട്രീയവും ഒക്കെ ഇവിടെയുള്ള സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നാടകരൂപത്തിലായാലും മറ്റ് കലാരൂപത്തിലായാലും പകർന്നുകൊണ്ട് അതിജലമായ പ്രഭാഷണങ്ങൾ കേരളത്തിൽ ആകമാനം നടത്തിക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ 7 യാത്രകൾ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. അതിനുശേഷം 1-2 വർഷം നമ്മുടെ പല കാരണങ്ങളാൽ സംഘടനയ്ക്ക് അറിയപ്പെടാവുകയും ചെയർമാൻ PV ഉദയകുമാർ അധ്യക്ഷനായി. വിവിധ മേഖലകളിൽ മികവ് പുലർത്തുന്ന കലാകാരന്മാരെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. സംസ്കാര സമിതി ജില്ലാ ചെയർമാൻ ബഷീർ അരങ്ങാടി, ജില്ലാ കൺവീനർ ദിനേശൻ മൂലക്കണ്ടം, യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് BM ജമാൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീധരൻ വയലിൽ, മുതിർന്ന പത്രപ്രവർത്തകനും സംസ്കാര സമിതി മുൻ ചെയർമാനുമായ VV പ്രഭാകരൻ, TK നസീർ പട്ടുവം, അഡ്വക്കേറ്റ് വിദ്യാധരൻ നായർ, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സുധൻ, CK കണ്ണൻ പാലക്കുന്ന്, PV കൃഷ്ണൻപള്ളം, പന്തൽ നാരായണൻ, ബിന്ദു വിജയൻ, പുഷ്പ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. രമേശ് ബേക്കൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.